ഹലോ ഫ്രണ്ട്സ്, JK സോളാർ പവർ സിസ്റ്റംസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ ഇൻസ്റ്റലേഷൻ ആണ്. അതൊരു 5 കിലോവാട്ട് സിസ്റ്റം ആണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് നമ്മൾ 580 വാട്ട്സിന്റെ ലേറ്റസ്റ്റ് ടോപ്പ് കോൺ ബൈഫേഷ്യൽ സോളാർ മോഡ്യൂൾസ് 9 പാനൽസ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 5300 വാട്ട്സോളം സോളാർ പാനൽ കണക്ടിവിറ്റി കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. ഇതൊരു ഹൈബ്രിഡ് സിസ്റ്റം ആണ്. ഹൈബ്രിഡ് സിസ്റ്റങ്ങൾ മുൻപ് നമ്മൾ പല വീഡിയോകളിലും പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. നമുക്ക് വീട്ടിൽ ഫുൾ ടൈം ബാക്കപ്പ് വേണമെന്നുള്ളവർക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്യാവുന്നതാണ്. അല്പം കോസ്റ്റ്ലിയാണ്. സാധാരണ ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം ചെയ്യുന്നതിലും ഏകദേശം ഒരു 80% കോസ്റ്റ് കൂടാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് വൈദ്യുതി സപ്ലൈ ഇല്ലെങ്കിലും KSEB ഇൻട്രപ്ഷൻ വരുന്ന സമയത്തും നമ്മുടെ വീട്ടിൽ സോളാർ പാനലിന്റെ അല്ലെങ്കിൽ സോളാർ പ്ലാന്റിന്റെ പ്രൊഡക്ഷൻ നമുക്ക് ഡയറക്റ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്വന്തമായിട്ട് ഒരു പവർ പ്ലാന്റ് എന്നുള്ള രീതിയിൽ ഇതിനെ കൺസിഡർ ചെയ്യാം. ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് പകൽ സമയത്ത് നമ്മുടെ വീട്ടിലെ ഉപയോഗം, അതുകൂടാതെ ബാറ്ററി ചാർജിങ്, അതിനുശേഷം എക്സ്ട്രാ ഉണ്ടെങ്കിൽ മാത്രം KSEBിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. കൂടാതെ ഒരു സിങ്ക്രണൈസ്ഡ് മെക്കാനിക്സിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ലോഡ് കൂടിക്കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് എത്ര എടുക്കണം നമുക്ക് തീരുമാനിക്കാം. സോളാർ പാനലിൽ നിന്നുള്ള തികയുന്നില്ലെങ്കിൽ ബാക്കി KSEB എന്നുള്ള ഷെയർ ചെയ്ത് ഉപയോഗിച്ചോളും. ഒരു ഷെയറിംഗ് മെക്കാനിസത്തിൽ വളരെ ഇന്റലിജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമുക്ക് ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കറണ്ട് ബില്ല് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഓൺ ഗ്രിഡ് ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ കറണ്ട് ബില്ലിനെ കുറച്ചെടുക്കാൻ സാധിക്കും. കൂടാതെ ഫുൾ ടൈം ബാക്കപ്പ് കിട്ടും. ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം തന്നെ ചെയ്യുമ്പോൾ ഒരു ഡ്രോബാക്ക് നമുക്കറിയാം. KSEB ലൈന് സപ്ലൈ പോയി കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്തില്ല. KSEB സപ്ലൈ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടച്ചിങ് ക്ലിയറൻസിന് വേണ്ടി ഓഫ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് പവർ സപ്ലൈ ഇന്ററപ്ഷൻ വരാൻ സാധ്യതയുണ്ട്. സാധാരണ ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഈ ഹൈബ്രിഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലെ ഉപയോഗം നമുക്ക് മറ്റ് പവർ സോഴ്സുകൾ ഡിപ്പെൻഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ വീട്ടിൽ ഫുൾ ടൈം പവർ സപ്ലൈ ഉണ്ടായിരിക്കും. അത് KSEB സപ്ലൈനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ എക്സ്ട്രാ വരുന്ന പ്രൊഡക്ഷൻ നമുക്ക് KSEBിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഓഫ് ഗ്രിഡ് സിസ്റ്റം തന്നെ ചെയ്യുമ്പോൾ ഒരു ഡ്രോബാക്ക് അതാണ്, നമ്മൾ വീട്ടിൽ ഉപയോഗം ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഒരു ദിവസം മറ്റെന്തെങ്കിലും ഒരു പരിപാടിക്ക് നമ്മൾ വീടിൻ്റെ പുറത്ത് പോകുന്ന ഒരു ദിവസം അന്നത്തെ പ്രൊഡക്ഷൻ മുഴുവൻ വേസ്റ്റ് ആവും. അപ്പോൾ നേരെ മറിച്ച് ഹൈബ്രിഡ് ആകുമ്പോൾ ആ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. നമുക്ക് പകൽ സമയത്ത് ഉപയോഗം ഇല്ലെങ്കിൽ എക്സ്പോർട്ട് ആയി പോയിക്കോളും. അപ്പോൾ അവിടെ വേറെ പ്രോബ്ലം വരുന്നില്ല. നമുക്ക് ഒരു യൂണിറ്റ് പോലും വേസ്റ്റേജ് അവിടെ വരുന്നില്ല. അപ്പോൾ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന്റെ എല്ലാ ഗുണങ്ങളും ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന്റെ എല്ലാ ഗുണങ്ങളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എന്നാൽ ഈ രണ്ട് സിസ്റ്റങ്ങളെയും ഡ്രോബാക്കിനെ എടുത്തു മാറ്റിയിട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഹൈബ്രിഡ് സിസ്റ്റത്തിനെ പറയുന്നത്. അപ്പോൾ വീട്ടിൽ ഫുൾ ടൈം പവർ ബാക്കപ്പ് വേണം, കറണ്ട് ബില്ല് ഫുള്ളായിട്ട് കുറയ്ക്കണം, നമുക്ക് ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ബാക്കപ്പ് വേണം അത് ഉദ്ദേശിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് സിസ്റ്റംസ് ചെയ്യാവുന്നതാണ്. മുൻപ് നമ്മൾ പല വീഡിയോകളുടെ ആയിട്ട് നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റി പല രീതിയിൽ, അതായത് 5 യൂണിറ്റ്, 10 യൂണിറ്റ്, 15 യൂണിറ്റ്, 20 യൂണിറ്റ് ഒക്കെ സ്റ്റോറേജ് വരുന്ന സിസ്റ്റംസ് മുൻപ് പല വീഡിയോകളിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. JK സോളാർ പവർ സിസ്റ്റംസ് എന്നുള്ള ചാനൽ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പഴയ വീഡിയോസ് കൂടുതലായിട്ട് കാണാനും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന 5 കിലോവാട്ടിന്റെ ഹൈബ്രിഡ് ഇൻവെർട്ടറും 5 KWH, നമ്മൾ ബാറ്ററിയുടെ സ്റ്റോറേജ് എപ്പോഴും KWH ആണ് പറയുന്നത്, കിലോവാട്ട് അവർ എന്നാണ് പറയുന്നത്. അതിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു 5 KWH ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞാൽ 5 യൂണിറ്റ് വൈദ്യുതി സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 1000 വാട്ട്സ് 5 മണിക്കൂർ ബാക്കപ്പ്. ഇതൊരു ഐഡിയൽ കണക്കാണ്. നമുക്ക് പ്രാക്ടിക്കൽ കേസ് വരുമ്പോൾ അതിന് വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ എഫിഷ്യൻസിയും മറ്റു സാഹചര്യങ്ങളിൽ ലോഡിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വേരിയേഷൻസ് ഉണ്ടാവും. ഇവിടെ എന്തായാലും നമ്മൾ 5 യൂണിറ്റ് സ്റ്റോറേജ് ഉള്ളൊരു ബാറ്ററി പാക്കാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് കൂടുതൽ രാത്രി സമയത്തൊക്കെ KSEBിലേക്ക് ഒട്ടും തന്നെ പോകാതെ ഫുള്ള് ബാക്കപ്പ് തന്നെ ഉപയോഗിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ബാറ്ററി പാക്ക് നമ്മുടെ യൂസേജ് അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ 120 ആംപിയറിന്റെ MPPT ഉള്ള ഒരു മെഷീനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി പാക്ക് വേണമെങ്കിൽ ഭാവിയിൽ 4 വരെയൊക്കെ പാരൽ ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫ്യൂച്ചർ എക്സ്പാൻഷനും പോസിബിൾ ആവുന്ന ഒരു സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ഈ രീതിയിൽ 2 റോകളായിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഒരു ട്രസ് വർക്ക് ചെയ്ത ഷീറ്റിന് മുകളിലുള്ള ഇൻസ്റ്റലേഷൻ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇവിടെ ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. നമുക്ക് സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് മാക്സിമം വെയിൽ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വേണം. ഒരു സൈറ്റ് ഇൻസ്പെക്ഷൻ കൃത്യമായി നടത്തിയ ശേഷം വേണം നമ്മളൊരു ഇൻസ്റ്റലേഷനിലേക്ക് പോകാനായിട്ട്. ഇപ്പോൾ ഇവിടെ ചുറ്റുവട്ടത്ത് മരങ്ങൾ, മറ്റ് ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഉണ്ട്. അതിനൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് കൃത്യമായിട്ട് ഒരു വെയിൽ ഏകദേശം ഒരു 5 മണിക്കൂറെങ്കിലും സോളാർ റേഡിയൻസ് ഡയറക്റ്റ് ആയിട്ട് പതിക്കത്തക്ക രീതിയിലാണ് നമ്മളത് ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു മൾട്ടി സ്പൈക്ക് ഫുൾ അസസ് ലൈറ്റ്നിങ് അറസ്റ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 50 സ്ക്വയർ മമ്മിൻ്റെ ഡൗൺ കണ്ടക്ടറാണ് ചെയ്തിരിക്കുന്നത്. 2 റോകളായിട്ട് 4 പാനലുകളും അതുപോലെ തന്നെ താഴത്തെ റോയിൽ 5 പാനലുകളാണ് ചെയ്തിരിക്കുന്നത്. 2 സ്ട്രിങ് ആയിട്ട് തന്നെയാണ് കേബിളുകൾ താഴത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു റോയിൽ ഷെയ്ഡ് വീണാലും മറ്റു റോയിലുള്ള പ്രൊഡക്ഷൻ അത് ബാധിക്കത്തില്ല. ഇവിടെ വേണമെങ്കിൽ ഒരു പാനലോട് വെക്കാവുന്ന രീതിയിൽ സ്ട്രക്ചറിന്റെ കുറച്ച് ഭാഗം ഫ്രീ ആക്കി നിർത്തിയിട്ടുണ്ട്. ഭാവിയിലേക്ക് വേണമെങ്കിൽ ഒരു പാനലൂടെ ആഡ് ചെയ്യാവുന്നതാണ്. നിലവിൽ ഇപ്പോൾ ഏകദേശം ഒരു 5.3 കിലോവാട്ടാണ്. 5000 വാട്ടിന് മുകളിലാണ് പാനൽ ആഡ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് കോൺ ബൈഫേഷ്യൽ ഗ്ലാസ് ടു ഗ്ലാസ് വരുന്ന 580 വാട്ട്സിന്റെ 9 മോഡ്യൂൾസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിലൂടെ ഏകദേശം ഒരു 20 യൂണിറ്റ് മുതൽ 25 യൂണിറ്റ് വരെയൊക്കെ ആവറേജ് വെയിലുള്ള ഒരു ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാ കാലാവസ്ഥയിലൊന്നും ഒരുപോലെ കിട്ടത്തില്ല. ഇതൊരു 365 ദിവസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഒരു ആവറേജ് കണക്കാണ് പറയുന്നത്. ചില ദിവസങ്ങളിൽ 28 യൂണിറ്റ് വരെ കിട്ടാം, ചില ദിവസങ്ങളിൽ അത്
15 യൂണിറ്റ് താഴെ അല്ലെങ്കിൽ 10 യൂണിറ്റ് താഴെയായിട്ട് കുറയാനും സാധ്യതയുണ്ട്. അത് പൂർണ്ണമായിട്ട് നമുക്ക് കാലാവസ്ഥേനെയും നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ ഡിമാൻഡൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമുക്കറിയാം ഇപ്പോൾ ഓൺ ഗ്രിഡ് സിസ്റ്റംസ് കുറച്ച് ഒരു ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന്റെ റെഗുലേഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നു, നിയമങ്ങൾ മാറുന്നു. കൂടാതെ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി ഇപ്പോൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ മിക്ക സ്ഥലങ്ങളിലും ട്രാൻസ്ഫോമർ കപ്പാസിറ്റി കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ ഫില്ലായി, ഫീസിബിലിറ്റി കഴിഞ്ഞു. കൂടാതെ ലൈനിലുള്ള വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഉച്ച സമയങ്ങളിൽ ഗ്രിഡ് ഇൻവെർട്ടറുകൾ പലതും ഓഫായി പോവുകയാണ്. കാരണം 270 വോൾട്ടിന് മുകളിലൊക്കെ ലൈൻ വോൾട്ട് വരുവാണ്. എല്ലാ സ്ഥലങ്ങളിലും നിന്നും സോളാർ അത്യാവശ്യം ഓൺ ഗ്രിഡ് ഇഞ്ചക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് ഹൈബ്രിഡ് സിസ്റ്റം വളരെ അഡ്വാൻറ്റേജ് തരുന്നുണ്ട്. കാരണം പകൽ സമയത്ത് വോൾട്ടേജ് കൂടിയിട്ട് എക്സ്പോർട്ട് ഓഫ് ആയാലും നമുക്ക് വീട്ടിൽ ബാക്കപ്പ് കിട്ടുമല്ലോ, നമ്മുടെ പ്ലാന്റിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സിസ്റ്റം ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. തീർച്ചയായിട്ടും കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ് മറ്റ് ഒരു ഓൺ ഗ്രിഡോ ഓഫ് ഗ്രിഡോ ചെയ്യുന്നതിനെ അപേക്ഷിച്ച്. പക്ഷേ അവിടുന്ന് കിട്ടുന്ന ഒരു കൺവീനിയൻസും അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചാനൽ വാച്ച് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ ഇൻവെർട്ടർ ബാറ്ററി സെറ്റപ്പ് വരുന്നത് ഈ കാണുന്നത് ഹൈബ്രിഡ് PC ആണ്. ഇത് നമുക്ക് കമ്പനി 5 വർഷമാണ് ഓൺ സൈറ്റ് സർവീസ് വാറന്റി തരുന്നത്. ഇതിനുള്ളിൽ ഇരിക്കുന്നത് ശരിക്കും ഡൈ എന്ന് പറയുന്ന ചൈന ബ്രാൻഡിന്റെ OEM തന്നെയാണ്, ആ ബോർഡ് തന്നെയാണ് അതിനകത്തും വരുന്നത്. ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ, അതിന്റെ വർക്കിംഗ് മോഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മൾ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മൾ ഇതിനു മുമ്പ് ഈ സെയിം സിസ്റ്റം തന്നെ ഈസ്റ്റ്മാൻ ബ്രാൻഡിങ്ങിന് വരുന്ന ഇൻവെർട്ടേഴ്സും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നിലവിൽ ഒരു സിംഗിൾ ബാറ്ററി പാക്ക് ആണ് വെച്ചിരിക്കുന്നത്. UTL തന്നെ ഒരു ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി 100H. ഇതിന്റെ കറക്റ്റ് റേറ്റിംഗ് ആണ് 51.2 വോൾട്ട് 100H ബാറ്ററി പാക്ക് ആണ്. 16 സെല്ല് വരുന്ന സ്മാർട്ട് BMS വരുന്ന മോഡലാണ്. നമുക്ക് ഇതിന് മുകളിൽ ബാറ്ററികൾ സ്റ്റാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള സ്പേസ് ഒക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. 2 ബാറ്ററി കൊടുത്താൽ ഈസി ആയിട്ട് വീട് ഫുള്ള് ബാക്കപ്പിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു AC/DC DC/DB സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ 2 സ്ട്രിങ്ങുകളായിട്ടാണ് ഇൻവെർട്ടറിലേക്ക് സപ്ലൈ വരുന്നത്. സോളാർ പാനലിൽ നിന്ന് 5 പാനലിന്റെ ഒരു സ്ട്രിങ്ങും 4 പാനലിന്റെ ഒരു സ്ട്രിങ്ങും ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ കേബിളുകൾ എല്ലാം അങ്ങനെ 6 ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് കേബിൾസ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു MCCB മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും. ബാറ്ററിക്കും ഇൻവെർട്ടറിനും ഇടയ്ക്ക് വരുന്ന ഒരു ഫിസിക്കൽ പ്രൊട്ടക്ഷൻ സ്വിച്ച് ആണ്. ഇത് നിർബന്ധമായിട്ടും ഹൈബ്രിഡ് ഇൻവെർട്ടറിനും ബാറ്ററി കേബിളിൽ കൊടുക്കണമെന്നുണ്ട്. ഇവിടെ ബാറ്ററിയുടെ ഡിസ്പ്ലേയിൽ കാണാം സ്റ്റേറ്റ് ഓഫ് ചാർജ് 99%, സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് 100% കാണിക്കുന്നുണ്ട്. ബാറ്ററി വോൾട്ട് കാണാം. BMSന്റെ ഒരു സ്വിച്ച്, അതുപോലെ തന്നെ ഒരു 125 ആംസിന്റെ MCB കൊടുത്തിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ പോർട്ടുകൾ, ഡിപ്പ് സ്വിച്ചുകൾ, അതുപോലെ തന്നെ SOC റേഞ്ച് കാണിക്കുന്ന LED ഇൻഡിക്കേഷൻസ്, ഇതിന്റെ സിസ്റ്റം റണ്ണിങ് ആണോ അല്ലേ എന്നുള്ള ഇൻഡിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 35 സ്ക്വയർ മോമിന്റെ കേബിളാണ് കണക്ഷൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് നോർമലി 25 ആണെങ്കിൽ ഉപയോഗിച്ചാലും മതി. പിന്നെ ഭാവിയിലേക്ക് ഒരു ബാറ്ററിയുടെ ഒക്കെ പാരൽ ചെയ്യുന്ന സമയത്ത് കേബിൾ മാറാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ LNTയുടെ ഒരു 125 ആംസിന്റെ തന്നെ MCCB ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇൻവെർട്ടറിന്റെ ഇന്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മുൻപ് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. നമുക്ക് ഇത് സോളാർ പാനൽ, അതുപോലെ തന്നെ ബാറ്ററി, ഗ്രിഡ് KCB സൈഡിലേക്കുള്ളത്, അതുപോലെ തന്നെ വീട്ടിലേക്കുള്ള ഉപയോഗം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ ഇത് കാണാൻ സാധിക്കും. ഇനി ഇതിന്റെ സെറ്റിംഗ്സിലൂടെ കയറി നമുക്ക് ഇതിന്റെ ബേസിക് മോഡുകൾ, വർക്കിംഗ് മോഡുകളൊക്കെ നമുക്കിത് മാറ്റാൻ സാധിക്കും. നിലവിൽ ഇപ്പോൾ നമ്മൾ 0 എക്സ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് KCBയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നില്ല, വീട്ടിലേക്ക് ഉപയോഗം നടക്കും. KCB ഇപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് മീറ്ററുകളൊക്കെ വെച്ച് കിട്ടാൻ താമസം വരും. അപ്പോൾ ആ സമയത്തൊക്കെ ഈസി ആയിട്ട് വീട്ടിലെ ഉപയോഗം നടക്കും. ഫുൾ ടൈം വീട്ടിൽ ബാക്കപ്പ് കിട്ടും. അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പുതിയൊരു മീറ്ററിംഗ് സംവിധാനമൊക്കെ KCBയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്നാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻവെർട്ടറിൻ്റെ റേറ്റിംഗ് നമുക്ക് 500 വോൾട്ട് DC സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രിങ്ങുകളാണ്. മാക്സിമം PV ഇൻപുട്ട് 8000 വാട്ട്സ് വരെ കൊടുക്കാൻ സാധിക്കും. ഏതാണ്ട് 27 ആംപിയർ വരെയൊക്കെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് സപ്പോർട്ട് ചെയ്യുന്ന മോഡലാണ്. ഔട്ട്പുട്ട് സൈഡിൽ നമുക്ക് 5000 വാട്ട് നോർമൽ ലോഡ് കപ്പാസിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പീക്ക് ലോഡ് കപ്പാസിറ്റി ഒക്കെ നമുക്ക് ഏകദേശം 10000 വാട്ട് വരെയൊക്കെ 10 സെക്കൻഡ് സമയത്തേക്കൊക്കെ പീക്ക് ലോഡ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പോർഷൻ വരുന്ന ഈ ഒരു AC/DB ആണ്. ഇവിടെ നമ്മളെല്ലാം ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഡിവൈസസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ACCL ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ വിത്ത് കറണ്ട് ലിമിറ്റർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും കാരണവശാൽ ഇൻവെർട്ടർ പെട്ടെന്നൊന്ന് ഓഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് ഇൻട്രപ്ഷൻ വരാതെ ഡയറക്റ്റ് KCB ചേഞ്ച് ഓവർ ചെയ്തോളും. പിന്നെ പോളിക്കാവിന് തന്നെ 32 ആംസിൻ്റെ തന്നെ MCBs ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം 2 പോൾ MCBs തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ഫൈൻഡറിൻ്റെ Type 2 സിംഗിൾ ഡിവൈസ് പ്രൊട്ടക്ഷൻ SPD ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ LNTയുടെ തന്നെ DC MCBs 32 ആംസിൻ്റെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഫൈൻഡറിൻ്റെ SPD-കളും മേഴ്സന്റെ DC ഫ്യൂസും ആണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും പ്രീമിയം ഡിവൈസസ് തന്നെയാണ് നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത്. 2 സ്ട്രിങ്ങുകളാണ് DC കേബിൾസ് ചെയ്തിരിക്കുന്നത്. 2 സ്ട്രിങ്ങുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സ്ട്രിങ്ങിൽ
അല്പം തണൽ വന്നാലും മറ്റേ സ്ട്രിങ്ങിലെ പ്രൊഡക്ഷനെ അത് അഫക്ട് ചെയ്തില്ല. എല്ലാം 6 DC കേബിൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് XLP UV റേറ്റഡ് ആയിട്ടുള്ള കേബിൾസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഇൻസ്റ്റലേഷൻ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഹൈബ്രിഡ് സിസ്റ്റംസ് പൊതുവെ ചെയ്യുമ്പോൾ നമുക്ക് ഓൺ ഗ്രിഡ് പോലെ KSEB പെർമിഷൻ കിട്ടുന്ന അത്രയും സമയത്തേക്ക് ഇത് ഓഫ് ആക്കിയിട്ടുണ്ട് ഒരു ആവശ്യം വരുന്നില്ല. നമുക്ക് ഇത് ഓൺ ആക്കി വീട്ടുകാർക്ക് തത്സമയം ഇത് ഉപയോഗിച്ച് പോകാൻ സാധിക്കും. എന്നാണ് KSEB നെറ്റ് മീറ്റർ കിട്ടുന്നത് അന്ന് പോലെ നമുക്ക് KSEB എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ നോർമലി ഇതിലൂടെ നടക്കും. അതാണ് ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങൾ ചെയ്യുമ്പോൾ വരുന്ന തുടക്കത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു 5 kWh ബാറ്ററി പാക്കാണ്. ഇതുകൊണ്ട് നമുക്കൊരു 1 ടൺ ഇൻവെർട്ടർ AC ഒക്കെ ഒരു ഓവർ നൈറ്റ് ഫുള്ള് വർക്ക് ചെയ്യിപ്പിക്കാം. പിന്നെ വീട്ടിലെ മിക്സഡോടെ എല്ലാം കൂടെ വരുമ്പോൾ ചിലപ്പോൾ നൈറ്റ് ഫുള്ള് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വീട്ടിലെ ബാക്കപ്പ് കംപ്ലീറ്റ് ബാറ്ററി തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററി പാക്കോടെ പാരൽ ചെയ്യാം. 1-2 പാരൽ ചെയ്യാവുന്നതാണ്. നമുക്ക് ടോട്ടൽ പ്ലാന്റിന്റെ പ്രൊഡക്ഷൻ 20 യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. അതിൽ 5 യൂണിറ്റ് മാത്രമേ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ 15 യൂണിറ്റ് 20 യൂണിറ്റ് വരെ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ആ രീതിയിൽ പ്ലാൻ ചെയ്താൽ മതിയാവും. അപ്പോൾ അതിലേക്കൊക്കെ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഫ്യൂച്ചർ സ്കോപ്പ് ഇവിടെ കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ കേബിളിങ്ങും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ബാറ്ററി ഇതിന് മുകളിൽ സ്റ്റാക്ക് ചെയ്ത് കേബിൾ കണക്ട് ചെയ്താൽ മാത്രം മതിയാവും. പിന്നെ ഇൻവെർട്ടർ സെറ്റിംഗ്സിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പോൾ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു വീടിനെ സംബന്ധിച്ച് നോർമലി ഇത് മതിയാവും. നല്ലൊരു ബാക്കപ്പ് ഉണ്ടാവും. വീട്ടിലെല്ലാ ഉപകരണങ്ങളും ഒരേ സമയം ബാക്കപ്പിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഒരു ബാറ്ററിയുടെ ഒക്കെ വെച്ചാൽ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. പിന്നെ മുൻപോട്ടുള്ള KSEB റെഗുലേഷൻസോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന നിയന്ത്രണങ്ങളൊന്നും നമ്മളെ ബാധിക്കത്തില്ല. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സ്വന്തം പവർ പ്ലാന്റിൽ നിന്ന് സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് സിസ്റ്റങ്ങളുടെ അഡ്വാൻറ്റേജ്. മുൻപ് നമ്മൾ പല വീഡിയോകളിലൂടെ ഇത്തരത്തിലുള്ള നിരവധി സിസ്റ്റങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഡോങ്കിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ പ്രൊഡക്ഷൻ, എക്സ്പോർട്ട്, അതുപോലെ തന്നെ പാനലിൽ നിന്നുള്ള പ്രൊഡക്ഷൻ, ബാറ്ററി ചാർജിങ്, ഇതെല്ലാം ഈ ഡിസ്പ്ലേയിൽ അറിയുന്നതിനും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മൊബൈലിൽ അറിയാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി വീട്ടിൽ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനൊരു മോണിറ്ററിങ് നമ്മൾ ഇൻസ്റ്റാളർ എന്നുള്ള രീതിയിൽ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കറക്റ്റായിട്ട് ഇൻട്രപ്ഷൻ ഇല്ലാതെ ഉപയോഗിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന് ബാക്കി കിടക്കുന്ന ഒരു പണി എന്ന് പറയുന്നത് വീണ്ടും KSEB നെറ്റ് മീറ്റർ വെച്ച് ഇത് എക്സ്പോർട്ടും കൂടെ ഇനേബിൾ ചെയ്യണം. അത്രേ ഉള്ളൂ. ബാക്കി മീറ്ററിംഗ് സംവിധാനം എല്ലാം നമ്മൾ മീറ്ററിന്റെ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണിക്കാം. KSEB പുതിയ മീറ്ററിംഗ് സംവിധാനം അനുസരിച്ച് വരുന്ന മീറ്ററിംഗ് രീതി ഈ രീതിയിലാണ്. നമുക്കിവിടെ M1 എന്ന് പറയുന്ന ക്രിട്ടിക്കൽ ലോഡ് മീറ്ററും M2 എന്ന് പറയുന്ന നോൺ ക്രിട്ടിക്കൽ ലോഡ് മീറ്ററും നിർബന്ധമായിട്ട് വെക്കണം. കൂടാതെ നെറ്റ് മീറ്റർ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിലവിൽ സാധാരണ 3 ഫേസ് മീറ്റർ ആണ് ഇരിക്കുന്നത്. KSEB-ൽ നിന്ന് 3 ഫേസ് നെറ്റ് മീറ്റർ ആക്കി മാറ്റി തരണം. ഹൈബ്രിഡ് സിസ്റ്റംസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ രീതിയിൽ വേണം മീറ്ററിംഗ് സംവിധാനം ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ ഉള്ളൂ KSEB-ൽ നിന്ന് അപ്രൂവൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇത് ക്രിട്ടിക്കൽ ലോഡ്, ഇത് നോൺ ക്രിട്ടിക്കൽ ലോഡ്. ക്രിട്ടിക്കൽ ലോഡ് എന്ന് പറയുമ്പോൾ നിലവിലത്തെ കണ്ടീഷനിൽ നമ്മളിപ്പോൾ വീട് ഫുള്ള് നമ്മുടെ ഹൈബ്രിഡ് ഇൻവെർട്ടറിന്റെ ബാക്കപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു ഡമ്മി മീറ്റർ ആണ്. നോൺ ക്രിട്ടിക്കൽ എന്ന് പറയുന്ന ലോഡ് ഇവിടെ നിലവിലില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ജസ്റ്റ് ഒരു MCB കൊടുത്ത് അത് ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ്. ഭാവിയിലേക്ക് ഇതിലേക്ക് ലോഡ് എല്ലാം കണക്ട് ചെയ്യണമെങ്കിൽ ഒരു RCCB പ്രൊട്ടക്ഷനോട് കൂടി നമുക്കിത് പല ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. എന്തായാലും ഈ രീതിയിലാണ് റൂള്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് പാലിച്ച് തന്നെ വേണം ഇൻസ്റ്റലേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇത്തരത്തിലുള്ള സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. അപ്പോൾ മറ്റൊരു സോളാർ റിലേറ്റഡ് വീഡിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോളാർ കണ്ടന്റുമായിട്ട് ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.